നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിവിടെ ഒരു പ്ലോട്ടിന് അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ലൊക്കേഷനാണ് ഞാൻ കാണിക്കുന്നത്. പ്ലോട്ട് അതിൻ്റെ പുറകെ കാണിക്കാം. ഞാൻ വാങ്ങിച്ച പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന രണ്ട് ബിൽഡിങ് ഇതൊക്കെയാണ്. ഒന്ന് ഈ ബിൽഡിങ്ങാണ്, പിന്നെ ഈ ബിൽഡിങ്. ഇത് ലണ്ടനിലുള്ള ഒരാൾ പണിതിട്ടുള്ള, അയാളൊരു ബാച്ചിലറാണ്. ഇത് മറ്റേ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടമാണത്. എല്ലാം മണ്ണ് കൊണ്ടാണ്. ഞങ്ങളുടെ വീട്ടിലൊരു കാപ്പി കുടിക്കാൻ പോയാൽ അതും മണ്ണ് കൊണ്ടാണ്. ഇതൊക്കെയും മണ്ണ് കൊണ്ടാണ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു സ്ഥലം ഇതൊരു ഗസ്റ്റ് ഹൗസാണ്. വിദേശികളൊക്കെ വന്ന് താമസിക്കുന്നൊരു ഗസ്റ്റ് ഹൗസാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു പ്ലോട്ട് കൊടുക്കാനുള്ളൊരു പ്ലോട്ടാണ്. ഇവിടെ ഈ പ്ലോട്ട് കൊടുക്കാനുള്ളൊരു പ്ലോട്ടാണ്. അങ്ങനെ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചുള്ള പ്ലോട്ട് അവിടെ പോകുന്നുണ്ടോ, അവിടെ അറ്റത്ത് റോഡ് കണ്ടില്ലേ, മെയിൻ റോഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 100 മീറ്റർ ഇങ്ങനെ കണ്ടോ, ഒരു 100 മീറ്ററോളം ഇവിടെ വന്ന ഡെഡ് എൻഡാണ് ഈ വഴി. ഈ കാണുന്ന വഴി കണ്ടോ, ഈ കാണുന്ന വഴി അതവിടെ മെയിൻ റോഡാണ്. അപ്പോൾ അറ്റത്ത് കാണുന്ന മെയിൻ റോഡാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കിൻ്റെ ഇതുണ്ട്. നമുക്ക് ഇലക്ട്രിക് എടുക്കാൻ ഇവിടുന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നേരിട്ട് എടുക്കാവുന്നതുള്ളൂ. കണ്ടോ, ഈ പോസ്റ്റിൽ നിന്ന് നേരിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ കോർപ്പറേഷൻ വാട്ടറുണ്ട്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോർവെല്ല് കുഴിക്കുകയോ കിണർ കുഴിക്കുകയോ അങ്ങനൊരു കാര്യം ആവശ്യമില്ല. ഈ സ്ഥലമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ലണ്ടനിൽ നിന്ന് വന്ന അദ്ദേഹം, മാരിമുത്തു എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ബൗണ്ടറിയാണിത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ഒരു കല്ലുണ്ട്, അവിടെ വരെയാണ് ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെയെന്ന് അറിയില്ല. ആ കല്ല് വരെ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ അവിടെ നിന്ന് പുറകോട്ട് അവിടെ ബൗണ്ടറി കാണുന്നുണ്ടല്ലോ, ആ കാലുകൾ നാട്ടിയിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ, ആ വൃക്ഷങ്ങൾ നിൽക്കുന്നത്, അതുവരെയാണ് ഞാൻ എൻ്റെ സ്ഥലമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ എന്ന് പറയുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ലാൻഡ് കണ്ടോ, കുണ്ടും കുഴിയും മറ്റൊന്നും അസൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ലാൻഡാണ്, പ്ലെയിൻ ലാൻഡാണ്. നമ്മളിനി മണ്ണിട്ട് നികത്തുകയോ മറ്റൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനത്തെ ലാൻഡാണ്. ഇതുപോലത്തെ 2 പ്ലോട്ടും കൂടി അവിടെ കിടക്കുന്നുണ്ട്. അത്രയും കഴിഞ്ഞാൽ ഈ ഭാഗം അവസാനിച്ചു. ഇതൊരു വമ്പൻ ഒരു ജെയിൻ എന്ന് പറഞ്ഞൊരാൾ വാങ്ങിച്ചതാണ്. ഇവിടെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം വാങ്ങിച്ചിട്ടത് മറച്ച് വിൽക്കുന്നതാണ്. അതിലൊരു പ്ലോട്ടാണ് ഞാൻ എടുത്തത്. ആ പ്ലോട്ട് എടുക്കാൻ കാരണം ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, ഇത് ഒന്നും പിന്നെ ഇത് രണ്ടും അത് വളരെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ്, കുറച്ച് VIP ടൈപ്പ് ആളുകളാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാനത് എടുത്തത്. പിന്നെ എൻ്റെ പുറകിലുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. ഇവിടെ ചോളം, അതുപോലെ കപ്പലണ്ടി, ഗ്രൗണ്ട് നട്ട് എന്ന് പറയില്ലേ, ഇവിടെ വേർക്കടല എന്ന് പറയും, അതിൻ്റെയൊക്കെ സ്ഥലങ്ങളാണത്. ഇതിവിടെ അവിടെ അവസാനിച്ചു. ഇത് വെച്ചിട്ട് ഇവിടെ ഡെഡ് എൻഡാണ്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല. അത് പിന്നെ വേറെ ഗ്രാമമാണ്. ഈ കാണുന്ന ഗ്രാമമാണ് അവിടെ എന്ന് പറയുന്നത്. ഇത് ഒരു ഗ്രാമമാണത്. ഇത്തരം കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ സൈറ്റ് വരുന്നത്. കണ്ടോ, ഇതാണ് സൈറ്റ് വരുന്നത്. ഇപ്പോഴത്തെ ഈ കാണുന്ന വീട്, ഈ വീടിൻ്റെ എൻഡ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെ അപ്പുറത്തായിട്ടാണ് ഞാൻ എൻ്റെ പ്ലോട്ട് വാങ്ങിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഏതായാലും ഞാൻ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി പിന്നെ കരാർ അങ്ങനെ എഴുതാൻ നിൽക്കുന്നൊന്നുമില്ല. ഡയറക്റ്റ് ഞാൻ ഭൂമി വാങ്ങിക്കുകയാണ്. പിന്നെ കരാർ എഴുതി കുറേ കാലം കാത്തിരുന്ന് അങ്ങനെയുള്ള ഒന്നും വേണ്ട വെച്ചിട്ടാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റാണ്. പട്ടയം നമ്മൾ പറയും, ഇവിടെ പട്ട എന്ന് പറയും, അതും കറക്റ്റാണ്. അത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പം ഇതും കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇത്രയും ഭാഗത്തൊരു തറ കെട്ടിയിടുകയാണെന്ന്, ഞാൻ തറയും കൂടി കെട്ടിയിടാനുള്ള സാമ്പത്തിക ബലം എനിക്കുണ്ട്. ഈ സ്ഥലവും വാങ്ങിക്കണം, അവിടെ ഒരു തറയും കെട്ടിയിടണം. പറ്റുമെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു ഫെൻസ് പോലെ, കമ്പിവേലി പോലെ, ഇപ്പോൾ അവിടെ അറ്റത്ത് കണ്ടല്ലോ, കമ്പിവേലി കണ്ടില്ല അറ്റത്ത്, അതൊരു കമ്പിവേലിയും പോലെ കെട്ടിയിടണം. ഇതും കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻ്റെ കണക്കൂട്ടൽ പ്രകാരം എനിക്കവിടെ ഒരു പ്ലിന്ത് ഏരിയ നിശ്ചയിച്ച് അവിടെ ഒരു തറയും കെട്ടിയിടാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വേണ്ടി വരുന്നത് 3-4 ലക്ഷം രൂപയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 432 സ്ക്വയർ ഫീറ്റിലൊരു വീടാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും എനിക്ക് ആവശ്യമുള്ള, അതിലപ്പുറം ആവശ്യമില്ല. അത് വരുമ്പോൾ ഇവിടുത്തെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറി വന്ന മാക്സിമം വരുന്നത് 7 ലക്ഷം രൂപ മാത്രമാണ്. അതിൽ തന്നെ ഏകദേശം എൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ പിന്നെയും ഒരു 2-3 ലക്ഷം രൂപ അവശേഷിക്കും. പിന്നെ എനിക്ക് ഒരുപാട് പേര് സുഹൃത്തുക്കൾ ഓഫർ ചെയ്തിട്ടുണ്ട്.
ബാക്കി വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട് എന്ന് പറഞ്ഞ സ്വപ്നം അത് സാക്ഷാത്കൃതമാകും. നിങ്ങളെല്ലാവരും കൃപ കൊണ്ട്, പരമകാരുണികൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സത്യമായിട്ട് തീരും. ഇപ്പം ഞാൻ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇനി മറ്റൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പാണ്. ഈ വീട് കണ്ടോ, ഈ വീടിൻ്റെയും മധ്യത്തിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. കണ്ടോ, ഈ മധ്യത്തിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ചെറിയൊരു സ്ഥലമായിപ്പോയി, ഫ്രണ്ടേജൊക്കെ വളരെ കുറവായിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാനത് എടുക്കാഞ്ഞത്. പിന്നെ മാത്രമല്ല, അതൊരാൾ നോട്ടം വെച്ചിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല മാത്രം. ഒരാളെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥലം കൂടി വേണമെന്ന് വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ മിക്കവാറും ഒരു മാസത്തിനകത്ത് എടുക്കും സ്വാമി എന്ന് പറഞ്ഞു. പിന്നെ ഞാനെടുത്തില്ല, ഞാൻ അപ്പുറത്ത് എടുത്തു എന്ന് മാത്രം. എന്തായാലും പറയുകയും നമ്മളെ ജ്ഞാനപ്പാനയിലൊരു ചൊല്ലുണ്ട്, കണ്ടങ്ങിരിക്കും ജനങ്ങളെ എന്ന് പറഞ്ഞ പോലെ. ശരിക്കും പറയാൻ വെച്ചാൽ 2 മാസം മുമ്പ് എനിക്ക് ഇങ്ങനൊരു കാര്യം ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. ഒരു വീട് എന്നുള്ള കാര്യം ചിന്തിക്കാനേ കഴിയില്ല. എൻ്റെ ജന്മം മുഴുവൻ ഈ രീതിയിലിങ്ങനെ ഒരു വാടകക്കാരനായിട്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും ഈ വെള്ളിയാഴ്ചയോട് കൂടി അല്ലെങ്കിൽ തിങ്കളാഴ്ചയോട് കൂടിയിട്ടൊരു വസ്തുവിൻ്റെ ഉടമയായി മാറുമെന്ന് ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സാവകാശമുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ലാൻഡ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് 1/4 സെൻറ്റായിട്ട് ലാൻഡ് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതേ സമയത്ത് നമ്മൾ അവിടെ ഒരു ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് നമുക്ക് തറ പണിയാം, പിന്നെ കയ്യിൽ പൈസ വരുമ്പോൾ പില്ലറുകൾ ഉയർത്തി മേലെ വാർക്കാം, പിന്നെ സ്ലോലി റൂമുകൾ, അതൊക്കെ നമുക്കതിന് സാവകാശമുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സാവകാശമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാളല്ലെങ്കിൽ 4-ാം നാൾ എനിക്കെൻ്റെ വാടക ദുരിതം അവസാനിപ്പിക്കാൻ കഴിയുമെന്നെനിക്ക് വലിയ രീതിയിലൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്നർത്ഥം. അതിന് നിങ്ങളുടെയൊക്കെയും പിൻബലം തന്നെ അതിന് കാരണം. ഏതായാലും ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഉമർ അൽ ഖത്താബിൻ്റെ കഥ എഴുതി തുടങ്ങുക, അല്ല എഴുതണമല്ലോ, എഴുതുകയും ചെയ്യണം, പറയുകയും ചെയ്യണമല്ലോ. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും അത് പറയാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വീട് പണി കഴിയുകയാണെങ്കിൽ പ്രവാചകൻ്റെ കഥ അവസാനിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും. ബാക്കിയും പോലെ വരട്ടെ ഏതായാലും എന്ന് പറയാണ്. എന്നാലും നമ്മൾ ഈ വാടകയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ആത്മവിശ്വാസക്കുറവുണ്ട്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴേ നമുക്കൊരു ആത്മവിശ്വാസക്കുറവ്, അതിപ്പോൾ ഇതിന് നമ്മൾ അഡ്വാൻസ് കൊടുത്ത നിമിഷം മുതൽ തീർന്നു കിട്ടിയെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം, എന്തായാലും പറയുക, ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഒരു അഭിമാനം തോന്നുകയാണ് വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറയുകയാണ്. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർ കൃഷിക്കാരും പിടിക്കും, ആട് മേക്കലും പിടിക്കലൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ, തമിഴ്നാട്ടുകാർ, അങ്ങനെ. അതിവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇത്തരംകാരുടെ കുറേ സ്ഥിരം കാഴ്ചയാണ് ഇവിടുത്തെ. ഇവിടെ ഒരുപാട് വിദേശികളും മറ്റുള്ള ആൾക്കാരേക്കും വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പഴയ ലാവണം, അവർക്ക് അങ്ങനെ ഒരു ആ വിദേശികളുടെ പോലെ ഡ്രസ്സ് ധരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിചാരമൊന്നും ഇല്ലാത്ത. അതുകൊണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ ഇവിടുത്തെ ഒരു വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് അവിടെ താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ അതാരാ, അയാളെന്താ അങ്ങനെ, അവിടെ ആരാ വന്നത്, എല്ലാം അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ. അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഒരാളും ശ്രദ്ധിക്കില്ല. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതാരാ, അയാൾ എന്തിനാ വന്നേ ഒന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളത്. അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു നമ്മുടെ പ്രൈവസി നമുക്ക് ആസൂക്ഷിക്കാൻ കഴിയും സാരം. നമ്മളാരോടെങ്കിലും അങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവരതിൻ്റെ മറുപടിയും കാര്യങ്ങളും പറയുക. ഇവിടുത്തെ കാണുന്ന മറ്റൊരു വലിയൊരു സവിശേഷതയാണ് ഈ സ്ഥലത്ത് കാണുന്ന ഈ കഴിക്കണ വേപ്പിൻ്റെ മരം. അത് എവിടെ തിരിഞ്ഞു നോക്കിയത് ഈ കാണുന്നൊക്കെ അത് തന്നെയാണ്. അല്ലോ, ഈ കാണുന്നൊക്കെ അത് തന്നെയാണ്. ഈ കാണുന്ന ഇവിടെ അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണത്. അത് ഇവിടുത്തെ ഈ മാരിയമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേവതയുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു മരമാണത്.
അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇലയുണ്ടല്ലോ, കായ്ക്കണ വേപ്പിൻ്റെ ഇല, ഈ ഇല കൊണ്ടുപോയിട്ട് അവർ കാറിൻ്റെ ഉള്ളിൽ വയ്ക്കും, മോട്ടോർ സൈക്കിളിൻ്റെ മുമ്പിൽ വയ്ക്കും, വീടിൻ്റെ മുമ്പിൽ വയ്ക്കും. അങ്ങനെ ഒന്നും കൊറോണ വരില്ല എന്നാണ് അവരുടെ ധാരണ. കൊറോണ വരുമോ വരില്ല എന്നുള്ള വേറെ കാര്യം, പക്ഷേ അവരുടെ ഉറച്ച ധാരണ അതാണ്. അത് ഇവിടുത്തെ IAS കാരനാണെങ്കിലും ഇവിടുത്തെ IPS കാരനാണെങ്കിലും ആ ഒരു ധാരണ, ഉറച്ചൊരു ധാരണ അവർക്കുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ മരം കാണാം. ഈ മരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് അതിങ്ങനെ തഴച്ച് വളരും. അത് 2 ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഇരുന്ന എയർ കണ്ടീഷൻ പോലെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെനിക്ക് സമ്മാനിക്കാൻ പോകുന്ന, കൂട് വയ്ക്കാൻ പോകുന്ന ഇടത്തിൻ്റെ ചരിത്രം. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങൾ, നിങ്ങളെല്ലാവരുടെയും മനസ്സെന്നോടൊപ്പം ഉണ്ടാവണം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പ്രവാസ ലോകത്തിലുള്ള ആൾക്കാർ, അവർ മാത്രമല്ല എല്ലായിടത്തുള്ളവരും, ലോകത്തിലെല്ലായിടത്തുള്ളവരും വലിയ രീതിയിൽ സഫർ ചെയ്യുന്നു എന്ന് എനിക്കറിയാം. ഒരുപാട് പേർക്ക് ജോലി പോയ അവസ്ഥ, ശമ്പളമില്ലാത്ത അവസ്ഥ, പകുതി ശമ്പളം കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളിങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഒരു നന്ദിയിലോ 2 നന്ദിയിലോ 1000 നന്ദിയിലോ എനിക്കിതൊന്നും ഒതുക്കാൻ കഴിയില്ല എന്ന് സാരം. ഇനി ഏതായാലും കൂടുതൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അപ്പോൾ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. പിന്നെ ഈ സ്ഥലം മദ്രാസിനും ചെന്നൈക്കും വേലൂരിനും ഇടയിലുള്ളൊരു ഗ്രാമമാണത്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 4-5 കിലോമീറ്റർ അങ്ങോട്ട്, 4-5 വേണ്ട, ഒരു 3-3.5 കിലോമീറ്റർ പോയാൽ സിറ്റിയാണ്, നല്ല സിറ്റിയാണ്, എല്ലാ സൗകര്യങ്ങളുള്ള സിറ്റിയാണ്. വലിയ വലിയ ഷോറൂമുകളും സൗകര്യങ്ങളൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഉള്ള വലിയ സിറ്റിയാണ്. അങ്ങനെ ഇത് വെല്ലൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വെല്ലൂർ ആശുപത്രി കേട്ടിട്ടുണ്ടായിരിക്കും. ആ വെല്ലൂർ ആശുപത്രിയിലേക്ക് ഇവിടുന്ന് 1 മണിക്കൂറോളം ഉള്ള യാത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് സ്വന്തം കാറിലാണെങ്കിൽ അത്രയും വരില്ല എന്ന് പറയാം. അങ്ങനെ ലൊക്കേഷനാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.